രാജേന്ദ്രൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM-നെ നിർത്തിപ്പൊരിച്ച് ബോംബെ ഹൈക്കോടതി. ആദ്യം സ്നേഹിക്കേണ്ടത് സ്വന്തം രാജ്യത്തെ, പിന്നീട് മതി ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലെന്ന് ഡിവിഷൻ ബെഞ്ച്. വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്രമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിന് പിറകെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കും. തീയതികൾ സംസ്ഥാനം തിരിച്ച് പിന്നീട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ. റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ. നടപടി ഔദ്യോഗിക വസതിയിൽ നിന്നും വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത കേസിൽ. പ്രമേയം ലോക്സഭ ചർച്ച ചെയ്യും. പാർലമെന്റ് നടപടികൾ തുടരെ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. മാലദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ചർച്ചകൾ ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാലദ്വീപിനുള്ള വായ്പാ പദ്ധതി $565 ബില്യൺ ഉയർത്തി. നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നൽകി മാലദ്വീപ് സർക്കാർ. നാളെ കാർഗിൽ ദിവസ്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ 2 ദിവസത്തെ പരിപാടികൾ. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളെ ആദരിക്കും. പൂഞ്ചിലെ ലാൻഡ് മൈൻ സ്ഫോടനത്തിൽ ഒരു സൈനികന് വീരമൃത്യു. ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിന് എറണാകുളത്ത് തുടക്കം. 4 ദിവസം നീളുന്ന ജ്ഞാനസഭ പിറവം ആദിശങ്കര നിലയത്തിൽ. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന് പൂർണ്ണ കുംഭം നൽകി സ്വീകരണം. റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ, ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ദേശസ്നേഹികളാകാനും CPM-നെ ഉപദേശിച്ച് ബോംബെ ഹൈക്കോടതി. ഗാസയിലെ സംഭവങ്ങളിൽ പ്രതിഷേധം നടത്താൻ അനുമതി നിഷേധിച്ച മുംബൈ പോലീസിന്റെ നടപടിക്കെതിരെ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ വാക്കുകൾ. അതേസമയം സംഭവത്തിൽ CPM പിന്നീട് വിമർശിച്ചു. നിരീക്ഷണങ്ങൾ കോടതിയുടെ നിന്ദ്യ മനോഭാവത്തെ തുറന്നുകാട്ടുന്നുവെന്ന് CPM വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനാണ് CPM-നെ ബോംബെ ഹൈക്കോടതി ഉപദേശിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞു വെക്കുന്നത്? ദേവിക, പ്രധാനമായും വലിയ തിരക്കുള്ള മുംബൈ നഗരത്തിൽ ഈ പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുവാൻ, ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടി CPM നടത്തിയ നീക്കങ്ങൾ പോലീസ് തടഞ്ഞിരുന്നു. ഇത്തരം തിരക്കുള്ള ഒരു നഗരത്തിൽ തിരക്കുള്ള സമയങ്ങളിൽ പ്രതിഷേധം അനുവദിക്കില്ല എന്ന മുംബൈ പോലീസ് നിലപാടെടുത്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് CPM-നോട് ചോദിച്ചത്. നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയല്ലേ എന്നുള്ള ചോദ്യം പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. രാജ്യത്ത് തന്നെ ധാരാളം വിഷയങ്ങൾ നിലനിൽക്കുന്നു. മലിനീകരണ വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ സാധാരണക്കാർ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കണ്ണോടിക്കാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ മൈലുകൾക്കപ്പുറം ഉള്ള ഇസ്രയേൽ അല്ലെങ്കിൽ മൈലുകൾക്കപ്പുറമുള്ള രാജ്യത്തുള്ള വിഷയങ്ങളിലേക്ക് ഇടപെടുന്നു, അതിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനം. അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായത്. അതേസമയം ഈ ഒരു വിഷയത്തെ കോടതിയുടെ നിന്ദ്യ മനോഭാവം എന്നുള്ളതാണ് CPM വിശേഷിപ്പിക്കുന്നത്. CPM ഇന്നിപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ വാർത്താക്കുറിപ്പിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് ജനാധിപത്യ നടപടികളുടെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ CPM സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഇത്തരം രാജ്യത്തിനപ്പുറത്തേക്ക് കടന്ന് അല്ലെങ്കിൽ രാജ്യത്തിനപ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും CPM ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇവിടെ കോടതി ചോദിച്ച ചോദ്യം തന്നെയാണ് വളരെ ഏറെക്കാലമായി ഭാരതത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹികൾ
ചോദിക്കുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒട്ടനവധി വിഷയങ്ങൾ നടക്കുമ്പോൾ അതിലിടപെടാതെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ മറ്റൊരു രാഷ്ട്രത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിന് വേണ്ടി അനുകൂലമായി നിൽക്കുന്ന മനോഭാവമാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ CPM-ന് വലിയൊരു തിരിച്ചടി തന്നെ എന്ന് വേണം ഈ ഒരു വിഷയത്തെ വിലയിരുത്തുവാൻ. വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. സ്വാഭാവികമായും ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ മേൽ പഴിചാരിക്കൊണ്ട് തലയൂരുവാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മാനക്കേട് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങളാണ് CPM-ന്റെ ഭാഗത്തുനിന്നും യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇത്തരമൊരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ചർച്ച ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അത് വലിയ ഒരു നാണക്കേടിലേക്ക്, CPM-ന് വലിയ നാണക്കേടിന് അത് കാരണമാകുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽ പഴിചാരി അല്ലെങ്കിൽ കോടതിയുടെ മനോഭാവം നിന്ദ്യമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്നും സാധാരണഗതിയിൽ തലയൂരുവാനുള്ള ഒരു ശ്രമമാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും നടന്നിരിക്കുന്നത്. ശരി, നന്ദ. ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടന എന്ന നിലയിൽ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ദേശസ്നേഹികളാകാനും CPM-നെ ഉപദേശിച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി. നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ, ബീഹാറിന് പിന്നാലെ രാജ്യത്തുടനീളം വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുടിയേറ്റവും നഗരവൽക്കരണവും മൂലം വോട്ടർ പട്ടികയിൽ കൃത്യതയില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി. തീയതികൾ സംസ്ഥാനം തിരിച്ച് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിയേറ്റം വ്യാപകമായതായാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. ബീഹാർ മാത്രമല്ല, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അസമിലുമടക്കം അയൽ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന ആരോപണങ്ങളും ശക്തമാണ്. ഇതിനു പുറമെയാണ് നഗരവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കുടിയേറ്റങ്ങൾ. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ ധാരാളമായി ജനങ്ങൾ താമസ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഒരു സ്ഥലത്തെ വോട്ടർ പട്ടികയിലുള്ളവർ താമസ സ്ഥലം മാറുമ്പോൾ റദ്ദാക്കാതെ പുതിയ സ്ഥലത്തെ വോട്ടർ പട്ടികയിലും ഇടം പിടിക്കുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് രാജ്യത്തുടനീളം വോട്ടർ പട്ടികയിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. നടപടികൾ ആരംഭിക്കുന്ന തീയതികൾ സംസ്ഥാനം തിരിച്ച് പ്രത്യേകമായി പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. 35 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകളാണ് പ്രത്യേക തീവ്ര പരിഷ്കരണത്തിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ കണ്ടെത്തിയത്. മരിച്ചുപോയ 12.5 ലക്ഷം വോട്ടർമാരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതേസമയം വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരണം വരുത്തുവാൻ നടത്തുന്ന നീക്കങ്ങളെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം ശക്തമായി എതിർക്കുകയാണ്. ജനം, ഡൽഹി. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭീകരർക്ക് കനത്ത മറുപടി നൽകിയെന്നും പാകിസ്ഥാൻ ആപേക്ഷിച്ചത് പ്രകാരമാണ് വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയിൽ അറിയിച്ചു. ബീഹാർ വോട്ടർ പട്ടികയിൽ അനധികൃതമായി പേര് ചേർത്തവരെ ഒഴിവാക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ലോക്സഭ ആരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പ്രതിപക്ഷം സ്പീക്കറുടെ ചെയറിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു. विषयों पर चर्चा करें, लेकिन ये तरीका ठीक नहीं है. दुनिया का सबसे बड़ा लोकतंत्र में രാജ്യസഭ ആദ്യ 1 മണിക്കൂറോളം പ്രവർത്തിച്ചു. മക്കൾ നീതി മയ്യം മേധാവിയും നടനുമായ കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിന്നീട് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിനും കനത്ത നാശനഷ്ടം വരുത്തി. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ അപേക്ഷിച്ചതിനാലാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നും വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി. ഭാരതവും മാലദ്വീപും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്താനായി ഇരു രാജ്യങ്ങളും നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിക്കും വൈകാതെ അന്തിമ രൂപം നൽകാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാലദ്വീപിന് നൽകുന്ന ലൈൻ ഓഫ് ക്രെഡിറ്റ് പരിധി $565 മില്യൺ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. हमारी डेवलपमेंट पार्टनरशिप को नई उड़ान देने के लिए हमने मालदीव के लिए $565 मिलियन यानी लगभग 5,000 करोड़ रुपए की लाइन ऑफ क्रेडिट देने का निर्णय लिया है. यह मालदीव के लोगों की प्राथमिकताओं के अनुरूप यहां के इंफ्रास्ट्रक्चर
कि विकास से जुड़ी परियोजनाओं के लिए इस्तेमाल ली जाएगी। പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നൽകി മാലിദ്വീപിലെ ഭാരതീയ സമൂഹം. പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ബാനറുകളും പോസ്റ്ററും ത്രിവർണ്ണ പതാകയും വച്ചാണ് നരേന്ദ്രമോദിയെ വീണ്ടും മാലിദ്വീപ് മണ്ണിലേക്ക് വരവേറ്റത്. 9 മാസങ്ങൾക്ക് മുൻപ് മാലദ്വീപിലെ ചില മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ വ്യാപക പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു. മാലദ്വീപ് വിനോദസഞ്ചാര മേഖലയുടെ ബഹിഷ്കരണത്തിനും ഇത് കാരണമായി. മാലദ്വീപിലേക്കുള്ള യാത്രകൾ ഭാരതീയർ ബഹിഷ്കരിച്ചതോടെ വൻ തിരിച്ചടിയാണ് ടൂറിസം മേഖല നേരിട്ടത്. മാസങ്ങൾക്കിപ്പുറം മാലദ്വീപിലെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ്. അതും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് മാലദ്വീപ് തലസ്ഥാനമായ മാലെ വർണ്ണാഭമായ ബാനറുകൾ, കൂറ്റൻ പോസ്റ്ററുകൾ, ത്രിവർണ്ണ പതാക എന്നിവയാൽ അലങ്കരിച്ചിരുന്നു. പരമ്പരാഗതമായ നൃത്തത്തോടെയാണ് പ്രധാനമന്ത്രിയെ മാലദ്വീപ് വരവേറ്റത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയ ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന മാലദ്വീപിന്റെ 60ാമത് ദേശീയ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും. നാഷണൽ ഡെസ്ക്, ജനം. ഭാരതവും മാലിദ്വീപും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളതെന്ന് മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ജി ബാലസുബ്രഹ്മണ്യൻ. ചരിത്രപരമായും സാംസ്കാരികപരമായും വളരെ അടുത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. നൂറ്റാണ്ടുകളായുള്ള അടുപ്പമാണിത്. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും വർദ്ധിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഭാരതീയത പ്രവാസികൾ വളരെയധികം ആവേശത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം ജ്ഞാരക് സഭയോടനുബന്ധിച്ചുള്ള ദേശീയ ചിന്തൻ ബൈഠക്കിന് തുടക്കമായി. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബൈഠക്കിനായി ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആസ്ഥാനമായ പിറവം വെളിയനാട് ആദിശങ്കര നിലയത്തിലെത്തിയ ഡോക്ടർ മോഹൻ ഭാഗവതിനെ ചിന്മയ മിഷൻ കേരള സംയോജകൻ സ്വാമി വിവിക്താനന്ദയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ജ്ഞാനസഭയുടെ ആദ്യ 2 ദിവസങ്ങളായ ഇന്നും നാളെയുമാണ് ദേശീയ ചിന്തൻ ബൈഠക് വിദ്യാഭ്യാസ മേഖലയിലെ ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ ശിക്ഷാ സംസ്കൃതി വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനാപരമായ പദ്ധതികളാണ് ചർച്ച ചെയ്യുന്നത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മാർഗദർശനം നൽകി. ചിന്തൻ ബൈഠക്കിൽ പങ്കെടുക്കാനെത്തിയ ഡോക്ടർ മോഹൻ ഭാഗവതിനെ ആദിശങ്കര നിലയത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ചിന്മയ മിഷൻ കേരള സംയോജകൻ സ്വാമി വിവിക്താനന്ദ, ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി ശാരദാനന്ദ, ചിന്മയ മിഷൻ നോയിഡ ആചാര്യൻ സ്വാമി ചിത്സ്വരൂപാനന്ദ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. ശങ്കരാചാര്യർ ജനിച്ച മുറിയിൽ സർസംഘചാലക് ദീപാരാധനയും നടത്തി. ശങ്കരാചാര്യരുടെ ജീവചരിത്രം ആലേഖനം ചെയ്ത മ്യൂറൽ ചിത്രങ്ങളും വീക്ഷിച്ചു. ജ്ഞാനസഭയുടെ 3-4 ദിവസങ്ങളിലെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് 27-28 തീയതികളിൽ ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വേദിയാകും. ജൂലൈ 28-ന് വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ നടക്കുന്ന ഭാരതീയ ശിക്ഷാ സംവാദിൽ രാജ്യത്തെ 200ഓളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും പങ്കെടുക്കും. ജനം, കൊച്ചി. ഔദ്യോഗിക വസതിയിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ. പ്രമേയം ലോക്സഭ ചർച്ച ചെയ്യും. രാജ്യസഭയിലേക്ക് പ്രമേയം ഇതുവരെ എത്തിയിട്ടില്ല. സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ ആഭ്യന്തര അന്വേഷണ സമിതി ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. മാർച്ച് 14-ന് ഹോളി ദിനത്തിൽ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോഴാണ് ജഡ്ജിയുടെ വീട്ടിൽ കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. തെരഞ്ഞെടുപ്പിനായി റിട്ടേണിംഗ് ഓഫീസറെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരെയും നിയമിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് റിട്ടേണിംഗ് ഓഫീസർ. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആരോഗ്യ കാരണങ്ങളാൽ ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ ഗംഗൈക്കൊണ്ട ചോളപുരം സന്ദർശിക്കും. ഈ മാസം 27-28 തീയതികളിലാണ് സന്ദർശനം. ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഏഷ്യയിലേക്കുള്ള ഐതിഹാസിക സമുദ്ര പര്യവേഷണത്തിന്റെ സഹസ്രാബ്ദത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തമിഴ്നാട് അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈക്കൊണ്ട ചോളപുരത്ത് ഞായറാഴ്ച നടക്കുന്ന ആദ്യ തിരുവാതിര ഉത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ചടങ്ങിൽ ചോള ചക്രവർത്തി രാജേന്ദ്ര ഒന്നാമനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നാണയം പുറത്തിറക്കും. ചോള വാസ്തുവിദ്യയുടെ മഹത്തായ ഉദാഹരണമാണ് ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം.
ഈ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആദ്യ തിരുവാതിര ഉത്സവം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ് പരിപാടി. ദക്ഷിണ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളുമായി യുദ്ധം വിജയിച്ച ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഗംഗാജലം ഉപയോഗിച്ച് പുതിയ തലസ്ഥാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിനായി ഉത്തരഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളെ പരാജയപ്പെടുത്തി പുണ്യഗംഗയിൽ നിന്ന് തീർത്ഥമെത്തിച്ച് സ്ഥാപിച്ച നഗരം പിന്നീട് ഗംഗൈക്കൊണ്ട ചോളപുരമായി. ക്ഷേത്രത്തിൽ പരമശിവനാണ് പ്രതിഷ്ഠ. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ശിവലിംഗമാണ് ക്ഷേത്രത്തിലുള്ളത്. 13 അടി ഉയരവും 59 അടി ചുറ്റളവുമുണ്ട് ശിവലിംഗത്തിന്. ചോള കാലഘട്ടത്തിലെ പൈതൃകം പ്രകടമാക്കുന്ന ക്ഷേത്രത്തിലെ കലാസൃഷ്ടികളും ശില്പങ്ങളും പേരുകേട്ടതാണ്. ചോള രാജാക്കന്മാർ യുദ്ധവിജയങ്ങൾ ആഘോഷിച്ചിരുന്നത് ശിവക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു. അത്തരത്തിൽ ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഗംഗാപ്രദേശം കീഴടക്കിയതിന്റെ ആഘോഷത്തിലാണ് ഗംഗൈക്കൊണ്ട ചോളപുരത്ത് ശിവക്ഷേത്രം നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം. ഇന്ത്യയെ മറികടന്ന് മോദി. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നവരിൽ 2ാം സ്ഥാനത്തെത്തി നരേന്ദ്രമോദി. ഇന്ദിരയുടെ 4077 ദിവസം എന്ന റെക്കോർഡാണ് മറികടന്നത്. 2014 മെയ് 26-ന് ഭാരതത്തിന്റെ 14ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി 4078 ദിവസങ്ങൾ പൂർത്തിയാക്കി. 3 തവണ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഇന്ദിരയുടെ 4077 ദിവസം എന്ന റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ 6130 ദിവസം എന്ന റെക്കോർഡ് മാത്രമാണ് മോദിക്ക് മുന്നിലുള്ളത്. എന്നാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ലഭിക്കുന്നതോടെ നെഹ്റുവിനെയും മോദി മറികടക്കും. ഭാരതത്തിന്റെ 14 പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ജനകീയനും കരുത്തുറ്റ വ്യക്തിത്വവുമായ നരേന്ദ്രമോദി ഇന്ന് ആഗോള നേതാവായി വളർന്നു കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനു മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടർച്ചയായി 12 വർഷവും 270 ദിവസവും മോദി പ്രവർത്തിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് ജനം. പൂഞ്ചിൽ നിയന്ത്രണരേഖാ പ്രദേശത്തുണ്ടായ ലാൻഡ് മൈൻ സ്ഫോടനത്തിൽ ഒരു സൈനികന് വീരമൃത്യു. 7 ജാഡ് റെജിമെന്റിൽ അഗ്നിവീറായി സേവനം അനുഷ്ഠിച്ച ലളിത് കുമാറാണ് വീരമൃത്യു വരിച്ചത്. 2 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 26ാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കം. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ 2 ദിവസത്തെ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളെ ആദരിക്കും. ആയിരത്തി 1999 കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണ പുതുക്കുകയാണ് രാജ്യം. കാർഗിലിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ 2 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായി. ഓപ്പറേഷൻ വിജയ് പൂർത്തിയാക്കി ടൈഗർ ഹിൽസിൽ ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് വിജയപ്രഖ്യാപനം നടത്തിയ ജൂലൈ 26-ന് ദ്രാസിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൂടാതെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര സൈനികരുടെ ഓർമ്മ പുതുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കും. ഇന്നും നാളെയുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന സാംസ്കാരിക പരിപാടികളും ദ്രാസിൽ നടക്കും. നാളെ കാർഗിലിൽ വിവിധ യൂണിറ്റുകളിലും ഡൽഹിയിൽ യുദ്ധസ്മാരകത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഓർമ്മ പുതുക്കുന്ന പരിപാടികൾ നടക്കും. ജനം, ഡൽഹി. രാജസ്ഥാനിലെ ജലവാറിൽ പ്രൈമറി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് 7 വിദ്യാർത്ഥികൾ മരിച്ചു. 17 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മബ്ദൻ ദിലാവർ പറഞ്ഞു. തുടർച്ചയായി കനത്ത മഴയാണ് ജലവാറിനും പരിസര പ്രദേശത്തും ലഭിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം ജനം ടിബേറ്റ് കാണാം. നമസ്തേ.